1966 മുതൽ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ മണക്കാട് പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ കേന്ദ്രമാണ് ഇന്നലെ വൈകുന്നേരം കുടിയൊഴിപ്പിച്ചത്. സമീപത്തെ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ കരാർ ലംഘിച്ച് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മൃഗാശുപത്രി ആരംഭിച്ചിരുന്നു. ഇതിനെതിരെ ക്ഷേത്ര ട്രസ്റ്റ് മുൻസിഫ് കോടതിയിൽ നൽകിയ പരാതിയിലാണ് നടപടി. ഫെബ്രുവരി 25-നകം ഒഴിയാനാണ് കോടതി ആദ്യം നിർദ്ദേശം നൽകിയത്. എന്നാൽ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ കുട്ടികളുടെ അധ്യയനം പൂർത്തിയാക്കുന്നതിനായി മാർച്ച് 31 വരെ സമയം അനുവദിക്കണമെന്ന് കോടതിയിൽ നിന്നെത്തിയവരോട് അധികൃതർ ആവശ്യപ്പെട്ടു. തുടർന്ന് പരാതിയുണ്ടെങ്കിൽ മാർച്ച് 3-നകം തിരുവനന്തപുരം നഗരസഭ ബോധിപ്പിക്കണമെന്ന് മുൻസിഫ് കോടതി ഉത്തരവിട്ടു. എന്നാൽ പരാതി ബോധിപ്പിക്കാനോ ഒഴിപ്പിക്കുന്നതിന് ഇളവ് ആവശ്യപ്പെടാനോ നഗരസഭ തയ്യാറായില്ല. കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ കോർപ്പറേഷൻ പരാതി ബോധിപ്പിക്കാതായതോടെയാണ് കുരുന്നുകൾക്ക് നട്ടുച്ചയ്ക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത്. കേന്ദ്രത്തിലെ LKG, പ്രീ-KG വിഭാഗത്തിലുമായുള്ള മുഴുവൻ കുട്ടികളെയും ഒഴിപ്പിക്കുകയായിരുന്നു. കളിപ്പാട്ടം ഉൾപ്പെടെയുള്ളവയും പുറത്തിറക്കി വെച്ച കെട്ടിടം പൂട്ടി. കോടതിയിൽ ഇളവ് തേടാതിരുന്ന കോർപ്പറേഷന്റെ നിരുത്തരവാദപരമായ നടപടിയിൽ രക്ഷിതാക്കളും പ്രതിഷേധിച്ചു. സ്ഥലത്തിന്റെ ചുമതലയുള്ള കമലേശ്വരം വാർഡ് കൗൺസിലർ പോലും എത്താതിരുന്നതും പരാതിക്കിടയാക്കി. വാർഷികാഘോഷങ്ങൾക്കായി രാവിലെ രക്ഷിതാക്കളിൽ നിന്നും പണവും വാങ്ങിയാണ് കുരുന്നുകൾ കേന്ദ്രത്തിലെത്തിയിരുന്നത്. മാനുഷിക പരിഗണന മുൻനിർത്തി മാർച്ച് 31 വരെ അധ്യയനം നടത്താൻ അനുവാദം നൽകണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.